ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അയാൾ വീണ്ടും സന്ദീപിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് അനഘയും നീയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് സേതുമാധവന്റെ അടുത്ത് എന്ന് നീ പറയണം. ഇല്ലെങ്കിലേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ഇയാളൊന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? കുറെ നേരമായി തുടങ്ങിയിട്ടെന്ന് സന്ദീപ് പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഞാനേ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, നീയേ അതൊന്ന് നോക്ക്. അത് ആതിരയുടെ വീഡിയോ ആയിരുന്നു. ഇത് കണ്ട് ഞെട്ടലോടെ സന്ദീപ് നിൽക്കുമ്പോൾ അയാള് സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചു പറയുകയാണ്, നിന്റെ കാമുകി എന്റെ ആൾക്കാരുടെ മുമ്പിൽ തന്നെയുണ്ട്. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാകും നിനക്ക് നല്ലത്. അങ്ങനെ അയാളെ വീണ്ടും സച്ചിയുടെ ഫോട്ടോയും സന്ദീപിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. നിന്റെ മറുപടി പോലെ ഇരിക്കും ഇവരുടെയൊക്കെ ജീവനും ജീവിതവും. നിങ്ങളൊന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് സന്ദീപ് വീണ്ടും പറയുമ്പോൾ അയാൾ പറയുകയാണ്, എങ്കിലേ നിനക്കൊരു ചെറിയ ടെസ്റ്റ് ഡോസ് ഞാൻ തരാം. നിന്റെ ചേട്ടൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നീ നോക്കിയാ മതി. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കോള് കട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട് സന്ദീപ് ടെൻഷനോടെ നിൽക്കുമ്പോൾ വീണ്ടും അയാൾ സന്ദീപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. പിന്നെ ചിലപ്പോ നിന്റെ അർച്ചനേട്ടത്തിയുമാകാം. പാവം ബാൽക്കണിയില് പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇത് കേൾക്കുന്ന സന്ദീപ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന അർച്ചനയാണ്. ഇത് കാണുന്ന സന്ദീപ് പെട്ടെന്ന് തന്നെ താഴേക്ക് ഓടി ചെല്ലുകയും അവിടെ ആകെ ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ വീണ്ടും വിളിച്ചിട്ട് സന്ദീപിനോട് പറയുകയാണ്, മോനെ സന്ദീപേ, എന്നെ തിരഞ്ഞാലൊന്നും നിനക്ക് കിട്ടാനേ പോകുന്നില്ല. എന്റെ ലിസ്റ്റില് വേറെയും പലരുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെന്ന് സന്ദീപ് അനഘയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചേക്ക്. ഇത് കേൾക്കുന്ന സന്ദീപ് ടെൻഷനോടെ കോള് കട്ട് ചെയ്യുമ്പോൾ അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. എന്താടാ സന്ദീപേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, അത് പിന്നെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടത്തിയെ കൊല്ലുമെന്ന്. എടാ സന്ദീപേ, ഇത് കാരണമാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അത് ചിലപ്പോ അവന്തികേട്ടത്തിന്റെയോ അനഘയുടെയോ ആളുകളായിരിക്കും. ഇല്ലെങ്കിൽ നിനക്കറിയാവുന്ന ആരെങ്കിലും. അല്ലാതെ പിന്നെ വേറെ ആരാകാനാ? നീ അതൊക്കെ വിട്ടുകളാ. നിന്റെയും ആതിരയുടെയും കാര്യം എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കാൻ നോക്ക്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിയുടെ കാറിന്റെ ശബ്ദം കേട്ടയുടൻ അർച്ചനയും സന്ദീപും കൂടി ബാൽക്കണിയിലേക്ക് ചെല്ലുന്നു. കയ്യിലൊരു കെട്ടൊക്കെ ആയിട്ട് സച്ചി വരുമ്പോ ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും സന്ദീപും. തുടർന്ന് അർച്ചന പെട്ടെന്ന് തന്നെ സച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോ സന്ദീപും പിന്നാലെ തന്നെ ചെല്ലുന്നു. എന്താ, എന്ത് പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോ ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു വണ്ടി വന്ന് തട്ടിയതാണെന്ന് സച്ചി പറയുന്നു. തുടർന്ന് സച്ചിയും കൂട്ടിക്കൊണ്ട് അർച്ചന അകത്തേക്ക് പോകുമ്പോ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സന്ദീപ് ഓർക്കുകയാണ്. ആ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും സുരക്ഷിതത്വം നിന്റെ കയ്യിലാണ്. നീ പറയുന്ന ആ വാചകങ്ങളിലിരിക്കും എല്ലാ കാര്യങ്ങളും. തുടർന്ന് സന്ദീപ് മുറിയിലേക്ക് പോകുമ്പോൾ അയാള് വീണ്ടും വിളിക്കുകയാണ്, നിന്റെ സച്ചിയേട്ടനിപ്പോ വീട്ടിൽ എത്തി കാണുമല്ലോ. നിനക്കപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അതേസമയം അവന്തിക സന്ദീപിന്റെ മുറിയിലേക്ക് വരികയാണ്. സന്ദീപ് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നു. സന്ദീപെ, എപ്പോഴത്തെയും പോലെ ആ കാര്യം പറയാൻ തന്നെയാ ഞാൻ വന്നത്. നിന്റെയും അനഘയുടെയും കാര്യം. ഹോസ്പിറ്റലിൽ വെച്ച് അവൾ പറഞ്ഞത് അവൾക്ക് ഇനിയും നിന്നെ കിട്ടിയില്ലെങ്കിൽ അവൾ ഉറപ്പായും മരിക്കുമെന്നാ. ഇത് കേൾക്കുന്ന സന്ദീപ് ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. എന്താണെങ്കിലും നീയും ഒന്നിച്ച് ഈ മുറിയിൽ താമസിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതിന് സാധിക്കാത്തതുകൊണ്ടാ അവള് ഈ മുറിയിൽ വെച്ച് തന്നെ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. നിനക്ക് വേണ്ടി ഇത്രയുമൊക്കെ സഹിക്കുന്ന അനഘയെ നീയും സ്നേഹിക്കണം. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. എന്റെ അനിയത്തി അനഘ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. നീ എന്താണെങ്കിലും നന്നായിട്ട് ആലോചിക്കാൻ പറഞ്ഞ് അവന്തിക മുറിയിൽ നിന്നും പോകുമ്പോ ടെൻഷനോടെ നിൽക്കുകയാണ് സന്ദീപ്. തുടർന്ന് അയാൾ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം എന്ന രീതിയിലെ നീ അതങ്ങ് നടത്തി കൊടുത്തേക്ക്. നിന്റെയും അനഘയുടെയും വിവാഹം. നിന്റെ അനിയത്തിക്കുട്ടി ഉണ്ടല്ലോ സ്നേഹ, അവളെ ഞാനങ്ങ് ട്രാപ്പ് ചെയ്തിരിക്കുകയാ. പിന്നെ നിന്റെ അനിയത്തിക്കുട്ടിയെ ജീവനോടെ കാണണമെങ്കിലേ മര്യാദക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കെന്ന് അയാൾ പറയുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് സന്ദീപ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.